ശ്രീ അടൂർ പ്രകാശ് ഞാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോടൊപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അന്ന് പത്തനംതിട്ടയും കൊല്ലം ഒന്നായിരുന്നു. കൊല്ലം ജില്ലയിലെ വിദ്യാർത്ഥി യുവജന രംഗത്ത് കൂടി കടന്നു വന്ന കരുത്തനായ നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് കോന്നി ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് കോന്നി പിടിച്ചെടുത്ത് 5 തവണ MLA ആകാനും ആറ്റിങ്ങൽ പോലെ നിയോജക മണ്ഡലത്തെ തിരിച്ചു പിടിക്കാനും കഴിഞ്ഞ അടൂർ പ്രകാശ് കേരളത്തിലെ കോൺഗ്രസിന് ഒരു ഭാഗ്യ താരകമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം. തീർച്ചയായും UDF-ന് നിർണായകമായ സാഹചര്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ അടൂർ പ്രകാശിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. മുൻ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ ശ്രീ PC വിശ്വനാഥും ഷാഫി പറമ്പിലും രണ്ടുപേരും പ്രതീക്ഷ നൽകുന്ന നേതൃത്വമാണ്. KSUവിന്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായ രണ്ടുപേരും വന്നുയർന്നിരിക്കുന്നു. അവർ ഭാവിയിലെ കേരളത്തിലെ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന നേതൃത്വമായി വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീ AP അനിൽകുമാർ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യമായി മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശ്രീ AP അനിൽകുമാറിനെ നിയമിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാനും 5 തവണ വണ്ടൂർ നിയോജക മണ്ഡലത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ നേടുവാനും കഴിഞ്ഞ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ് ശ്രീ AP അനിൽകുമാർ. മന്ത്രി എന്ന നിലയിൽ സംഘടനാ പാടവവും ഭരണവൈഭവവും കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് ശ്രീ AP അനിൽകുമാർ. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്.